പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം ഒന്നാമത്തെ കൽപ്പനയെ ലംഘിപ്പിക്കുക എന്നുള്ളത്. കാരണം ബന്ധങ്ങൾക്കകത്ത് ഇടർച്ച വന്നു കഴിഞ്ഞാൽ നാം ഒന്നാമത്തെ കൽപ്പന ലംഘിക്കും. ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കൽപ്പന. പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ ആ കംപ്ലീറ്റ് ഒബീഡിയൻസ് നാം ദൈവത്തോട് കാണിക്കണം. ദൈവത്തെ സ്നേഹിക്കുവാൻ, ഒന്നാമത്തെ കൽപ്പന അനുസരിക്കുവാൻ നമ്മളിൽ നിന്നുണ്ടാകണം. പക്ഷേ രണ്ടാമത്തെ കൽപ്പന ഒന്നാമത്തെ കൽപ്പനയ്ക്ക് സമമാണ്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ കൽപ്പനയെ ലംഘിപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ കൽപ്പന ലംഘിച്ചു എന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പിശാച് നമ്മുടെ ബന്ധങ്ങൾക്കകത്ത് ഇടർച്ചയിടുന്നത്. വചനം പറയുന്നത് നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ദുരാത്മലോകത്തിനോട്. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ ലോകത്തിന്റെ അന്ധകാര ശക്തികൾ, സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേന, ഇങ്ങനെ തുടങ്ങിയ 4 വിവിധ കാറ്റഗറിയിലുള്ള പിശാചിന്റെ ലോകത്തെ പരിചയപ്പെടുത്തുകയാണ്. അവർക്കെതിരെയാണ് നമുക്ക് യുദ്ധം. അത് ഒരു മനുഷ്യനിൽ വ്യാപരിക്കുമ്പോൾ അവൻ നമ്മളോട് എതിർക്കും, നമുക്കെതിരെ ദൂഷണം പറയും. കാരണം അവരെല്ലാം ആ പിശാചിന്റെ കയ്യിലെ പപ്പറ്റുകളായി മാറുകയാണ്. പാവങ്ങൾ, അവർക്കറിയില്ല അവരങ്ങനെ ആയി പോകുന്നു എന്നുള്ളത്. നാം അത് മനസ്സിലാക്കി ആ വ്യക്തികളെ വെറുക്കാതെ വ്യക്തികളെ സ്നേഹിച്ച് അതിന്റെ പുറകിൽ വ്യാപരിക്കുന്ന ദുരാത്മലോകത്തിനോട് വെറുക്കുക, പോരാടുക, യുദ്ധം ചെയ്യുക, അതിനെ ജയിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ മറഞ്ഞിരിക്കുന്ന ദുഷ്ടനായ പിശാച് വെളിപ്പെട്ടു വരികയും അവന്റെ മേൽ നാം ജയമെടുക്കുമ്പോൾ ബന്ധങ്ങൾക്കകത്ത് സമാധാനം ഉണ്ടാകുകയും ചെയ്യും. ചില യുദ്ധങ്ങൾ ചെയ്യേണ്ടത് രഹസ്യത്തിലാണ്. രഹസ്യത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. നാം ഒന്നും എല്ലാവരോടും പറയേണ്ട. ചില സമയത്ത് നാം പുറകെ പോയി സമാധാനം ആചരിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ചില രഹസ്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. രഹസ്യത്തിലുള്ള പിതാവിനോട് സംസാരിക്കേണ്ട കാര്യങ്ങളാണ്. നാം അത് ചെയ്യുമ്പോൾ ബന്ധങ്ങൾക്കകത്ത് ഇടർച്ച മാറിപ്പോൾ. കാരണം നാം വചനമനുസരിക്കുവാൻ ശ്രമിക്കുകയാണ്, നാം ദൈവത്തെ സ്നേഹിക്കുവാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ സ്നേഹം സ്വർഗസ്ഥനായ പിതാവിന് മനസ്സിലാകുമ്പോൾ ദൈവം തന്നെ നേരിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങും. നമ്മുടെ ജീവിതത്തിൽ അവൻ പ്രവർത്തിക്കാൻ തുടങ്ങും. തുറക്കാത്ത വാതിലുകൾ, അടഞ്ഞിരിക്കുന്ന വഴികൾ, ഇതെല്ലാം അവൻ നമുക്ക് വേണ്ടി തുറന്നു തരും. ഇതെല്ലാം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും നാം ദൈവത്തിന്റെ കണ്ണിൽ ഫേവർ ഉള്ളവരായി മാറിയത്. കാരണം വചനമനുസരിച്ച് ഏത് സാഹചര്യത്തിലും വചനത്തിൽ തന്നെ നിൽക്കുക, സ്നേഹിക്കുക. അതൊരു കൽപ്പനയാണ്. അത് തന്നെ നമ്മളിൽ നിന്നുണ്ടാകട്ടെ. ബാക്കി എല്ലാ ഇമോഷനുകളെയും കർത്താവിനോട് കൂട്ടുപിടിച്ച്, കർത്താവിൽ നിന്ന് പഠിച്ച്, കർത്താവിൽ നിന്ന് പ്രാപിച്ച്, കർത്താവിൽ നിന്ന് വിശുദ്ധിയെയും ശുദ്ധീകരണത്തെയും അനുസരണത്തിനായുള്ള ആഗ്രഹത്തെയും പ്രാപിച്ച് നമുക്ക് വചനമനുസരിക്കുന്ന പുത്രിപുത്രന്മാരായി ഈ കാലഘട്ടത്തിൽ ജീവിക്കാം.